സോ ഹായ് ഗൈസ്, നമ്മുടെ പുതിയ ചാനലിലെ ഗോക്സ് 49 ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മെയിൻ ചാനൽ ദ ടെർബോ 4 നമ്മൾ വണ്ടിയുടെ വീഡിയോകളാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കൂടുതലും ട്രാവൽ ബ്ലോഗ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്ഥലം വരുന്നത് ചെങ്ങന്നൂരാണ്. അപ്പോൾ നമ്മളെപ്പം പോകുമ്പോഴും ബസ്സിനോ അല്ലെങ്കിൽ കാറിനോ ആയിരിക്കും പോകുന്നത്. ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് നമ്മളിന്ന് ബോട്ടിലാണ് പോകുന്നത്. ഞാനിപ്പോൾ നേരെ നെടുമുടി എത്തിയിട്ടുണ്ട്. നെടുമുടി നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സർവീസ് ബോട്ട് അവൈലബിൾ ആണ്. ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു നല്ല മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഈ ഒരു സർവീസ് ബോട്ട് എന്നുള്ളത്. അതായത് നമ്മൾ റോഡിൽ കൂടെ ഒരുപാട് തൊട്ട് ആലപ്പുഴ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു അനുഭവം എനിക്കിത് ആദ്യമായിട്ടാണ്. ഇതാ നമുക്ക് നെടുമുടി പള്ളിയുടെ ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ നേരെ ഒരു നെടുമുടി ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഹൈവേയിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് ഉള്ളിലോട്ട് വരണം. അപ്പോൾ അതാ ഈ ഒരു സ്പോട്ടിലാണ്, നെടുമുടി ജംഗ്ഷനാണിത്. കുറേ കടകളും ബാങ്കും മറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. ഈ ഒരു ഫ്ലൈ ഓവറിന് താഴെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം. നമുക്ക് പറ്റിയൊരു സ്ഥലം നോക്കി ജസ്റ്റ് വണ്ടി നമുക്ക് ആദ്യം പാർക്ക് ചെയ്യാം. ഇവിടെ കൊണ്ട് ഈ വഴി തീരുവാണ്. ഇനി നേരെ ആറാണ് മുന്നിൽ. സൈഡിലെ കടയും വീടുകളൊക്കെ കാണാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി സൈഡിലോട്ട് പാർക്ക് ചെയ്യാം. ഇച്ചിരി ഒന്ന് ഒതുക്കിയിടാം. ജസ്റ്റ് ഇനി മറ്റ് വണ്ടിക്ക് മുന്നോട്ട് പുറകോട്ട് വല്ലതും എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നമാവണ്ട. അപ്പോൾ അതാ ഇനി നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മളിനി സർവീസ് ബോട്ടിലാണ് യാത്ര. അപ്പോൾ അതാ ഈ ഒരു പാലത്തിനടി കാറുകളും മറ്റും പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം. സൈക്കിളും സ്കൂട്ടറും. അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് വണ്ടി വെച്ചിട്ട് നമുക്ക് സേഫായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ പോകാവുന്നതാണ്. ഇനി ജസ്റ്റ് നമുക്ക് നടന്ന് അങ്ങോട്ട് പോകണം. സൈഡിൽ രണ്ട് സൈഡും കടകളും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതാ ഗൈസ്, ഇതാണ് നമ്മുടെ നെടുമുടി ബോട്ട് ജെട്ടി വരുന്നത്. ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ പോകുന്നത്. ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ തന്നെ ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു ബോട്ട് വഴി തന്നെയാണ്. അപ്പോൾ അതാ നെടുമുടിയുടെ സൈൻ ബോർഡ് കാണാം. ഇതാണ് നെടുമുടി ബോട്ട് ജെട്ടി വരുന്നത്. നമുക്ക് ജസ്റ്റ് അകത്തോട്ട് പോകാം. ഇതാ ഇപ്പോൾ ഒരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ നോർമൽ KSRTCയുടെ റൂട്ട് തന്നെയാണ് തോന്നിയത്. അതായത് വൈറ്റും ബ്ലൂ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു സർവീസ് ബോട്ടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും വരുന്നത്. ജസ്റ്റ് ആൾക്കാർ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ധാരാളം എഴുത്തുകുത്തുകൾ കാര്യങ്ങളും ഭിത്തിയിലൊക്കെ കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ സമയം ഏകദേശം 10:15 നമ്മുടെ ബോട്ട് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറുണ്ട്. ഇതാ ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. സർവീസ് ബോട്ടിൻ്റെ ടൈമിങ്ങും അതുപോലെ തന്നെ അത് പോകുന്ന റൂട്ടുകളും കാര്യങ്ങളും എല്ലാം ഒരു ബോർഡിനുള്ളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് വരെ ഇനി ഏകദേശം 1 മണിക്കൂറുണ്ട്. നമുക്ക് അത്ര നേരം ഈ ഒരു ഏരിയയിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു നെടുമുടി ബോട്ട് ജെട്ടിയുടെ വെയിറ്റിംഗ് ഏരിയ വരുന്നത്. അത് ഇരിക്കാനുള്ള സ്പേസുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതാ വന്ന ബോട്ട് പോകാൻ ടൈമായി. ഒരു റോപ്പൊക്കെ കഴിച്ച് തിരിച്ച് കയറാൻ പോവാണ്. ഞാൻ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ നോക്കി ഇവിടെ നിൽക്കുമായിരുന്നു. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബോട്ട് ജെട്ടിയുടെ ചുറ്റും ഒന്ന് നടന്ന് കാണാം. ജസ്റ്റ് ഈ ഒരു ബോട്ട് വിട്ട് നമുക്ക് പോകാൻ പുറത്തോട്ട്. ബോട്ട് വളച്ചെടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നൊരു ഫീൽ തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ അത് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ജസ്റ്റ് നമുക്ക് പുറത്തോട്ട് പോയിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ ബോട്ട് ജെട്ടിയുടെ മുന്നിലുള്ള വഴി ലാസ്റ്റ് വരെ നടന്നു വന്നപ്പം ഇതാ ഈ ഒരു ആറിൽ നിന്ന് ഇങ്ങനെ ഒരു ബൈ റൂട്ട് പോലൊരു വേ പോകുന്നത് കാണാം. ആറിൻ്റെ തീരത്തോട് ചേർന്ന് തന്നെ ഒരു റേഷൻ കട നമുക്ക് കാണാം. ഇതാ ആൾക്കാരൊക്കെ അവിടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു കുരിശടി വരുന്നുണ്ട്. ഈ ഒരു ബിൽഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിനകത്തൊക്കെ നല്ലൊരു വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ എടുത്ത് പറയാൻ തോന്നുന്നത് ഈ ഒരു ആംബിയൻസ് ആണ്. ആ ഒരു ആകാശത്തിൻ്റെ ബ്ലൂ കളറും ആ ഒരു വെള്ളത്തിൻ്റെ കളറും ആ ഒരു പച്ചപ്പും ഒക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഈ ഒരു ബോട്ട് ജെട്ടി നിൽക്കുമ്പോൾ നമുക്ക് മുകളിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഹൈവേ കാണാൻ പറ്റുന്നുണ്ട്. അക്കരയിലെ ഒരു കൂട്ടം കൂട്ടുകാർ ആറ്റി കിടന്ന് കുളിക്കുന്നുണ്ട്. അതിൻ്റെ ബഹളവും അലപ്പവും ഇനി വരെ കേൾക്കാം. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. കുറച്ച് നമ്മുടെ കൂട്ടുകാരുടെ കൂടികൾ കുറച്ച് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആണ് അതൊക്കെ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 11 മണി ആകാറായപ്പോഴത്തേന് നമ്മുടെ ബോട്ട് ഇതാ ദൂരെ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ KSRTCയിലൊക്കെ കണ്ടുള്ള സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ പെയിൻറ്റ് വരുന്നത്. അതായത് സ്കൈ ബ്ലൂവും വൈറ്റും ടോണിലാണ്. ഇതിന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ വരും. അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട്. മുന്നിൽ കേരള സർക്കാർ എഴുതിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോട്ടിൻ്റെ നമ്പർ ഇരുഭാഗങ്ങളെയും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈവറിൻ്റെ ഒരു ക്യാബിൻ ഏരിയ ഇവിടെ തന്നെ കാണാം. ആ ഒരു കണ്ടക്ടേഴ്സ് ആദ്യം ഇറങ്ങിയിട്ട് ആ ഒരു റോപ്പ് വെച്ചാണ് ആ ഒരു ബോട്ട് അടുപ്പിക്കുന്നത്. എല്ലാ ജെട്ടിയിലും ഇതുപോലെ 2 പോൾസ് കൊടുത്തിട്ടുള്ളതാണ്. അതിലാണ് ആ റോപ്പ് ടൈ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി കയറാം. ഉള്ളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിനകത്ത് വുഡൻ സീറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്കിലെ കുറേ ലൈഫ് ജാക്കറ്റുകൾ ഒരുമിച്ചിട്ടുണ്ട്. എല്ലാ സീറ്റിൻ്റെ മുകളിലായും ലൈഫ് ജാക്കറ്റ് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് കയറാനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സീറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഒരു സൈഡിൽ ഏകദേശം 4 പേർക്ക് ഇരിക്കാം. നമ്മൾ KSRTCയിലൊക്കെ കണ്ടുവന്നിട്ടുള്ള സെയിം രീതിയിലുള്ള വിൻഡോ ഷട്ടറുകളാണ് ഈ ഒരു ബോട്ടിനുള്ളിലും കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഏറിയ ആയിട്ടുള്ളൊരു ക്യാബിനാണുള്ളത്. അങ്ങനെ നെടുമുടി ജെട്ടിയിൽ നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ഡ്രൈവറിൻ്റെ സൈഡിൽ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ തന്നെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിർത്തുമ്പോഴും അതുപോലെ തന്നെ എടുക്കുമ്പോഴും ആ ഒരു ബെല്ല് റിങ് ചെയ്യും. ഈ ഒരു ബോട്ടിനുള്ള ഒരു കണ്ടക്ടറും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടല്ലോ ബോട്ട് അടുപ്പിക്കാൻ 2 പേര് ഫ്രണ്ടിലും ബാക്കിലും നിൽക്കുന്നതും കാണാം. അതാ അത്യാവശ്യം ബോട്ടിൽ ആളൊക്കെ കയറി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളുമാണ് ഈ ഒരു ബോട്ടിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത്. കരയിൽ നിന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി ഈ ഒരു വെള്ളത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നമുക്ക് ധാരാളം ഹൗസ് ബോട്ടുകൾ കാണാം. നമ്മൾ പാക്കേജ് ഒക്കെ എടുത്ത് പോകുമ്പോൾ ഹൗസ് ബോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യണമെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഈ ഒരു സർവീസ് ബോട്ട് ചൂസ് ചെയ്തത്. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ആൾ കയറാൻ ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ അക്കരയിലും ഇക്കരയിലും മാറി മാറിയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് വരുന്നത്. പരിയാത്ത് എന്ന് പറഞ്ഞൊരു ബോട്ട് ജെട്ടിയാണിത്. ആലപ്പുഴ സൈഡിലേക്ക് ഒരുപാട് വട്ടം ബസ്സിലും കാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോട്ടിൽ വരുന്നൊരു ഇത് ആദ്യമായിട്ടാണ്. ഒരു പ്രത്യേക ഫീലാണ്. നമുക്ക് ഈ നേച്ചറിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല പീസ് മൈൻഡായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഒരുപാട് ഹോണടിയുടെയോ വണ്ടിയുടെയോ സൗണ്ടോ ബഹളങ്ങളോ ഒന്നുമില്ല. നല്ല പീസായിട്ട് നമുക്ക് യാത്ര ചെയ്യാനൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഈ ഒരു സർവീസ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാർ ഇത് മസ്റ്റായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അതായത് ഒരു ഹോളിഡേ ടൈമിലായാലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ആയാലോ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു യാത്രയാണിത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഏകദേശം 16 രൂപയാണ് നമുക്ക് നെടുമുടി ടു ആലപ്പുഴ ഒരാൾക്ക് ചാർജ് വരുന്നത്. ഞാൻ ഫാമിലിയായിട്ട് വന്നത് നമ്മൾ 4 പേരുണ്ട്. ടോട്ടൽ 64 രൂപയാണ് നമുക്ക് ഈ ഒരു സർവീസ് ബോട്ട് ചാർജ് ആയിട്ടുള്ളത്. ഈ ഒരു ആംബിയൻസും ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് ഒരു വട്ടമെങ്കിലും വന്ന് നോക്കണം. ഞാൻ ഈ ഒരു വിഷ്വൽസ് ഒക്കെ എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇതിലൂടെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം ഇത് നേരിട്ട് കണ്ടാൽ മാത്രമേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മളിതായി ഇപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് അടുക്കാറായി. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു ഫ്യൂൽ ഫില്ലിങ്ങിൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് റോഡിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ആലപ്പുഴ കുറച്ച് കറങ്ങാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഈവനിങ് ടൈം നോക്കണം ബോട്ടിൻ്റെ എപ്പോഴാണെന്ന്. നമുക്ക് ആലപ്പുഴ ബോട്ട് ജെട്ടി പോയിട്ട് വേണം തിരക്കാൻ. അപ്പോൾ അതാ ഒരു വെറൈറ്റി ഫീലിംഗ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ഇത്രയും ലോങ് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ആയി. അങ്ങനെ നമ്മളിതാ ആലപ്പുഴ കറക്കം കഴിഞ്ഞ് നമ്മൾ നേരെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൻ്റെ ടൈമിംഗ് ഒക്കെ ചോദിക്കാം. എവിടെയാണ് ഇതിൻ്റെ ഒരു ഓഫീസ് വരുന്നത്? നമുക്ക് അവിടെ ജസ്റ്റ് ചോദിച്ച് നോക്കാം. തിരിച്ച് നമ്മൾ ബോട്ടിൽ കയറിയില്ല. തിരിച്ച് നമ്മൾ KSRTC പോകുന്നു. കാരണം ബോട്ട് ഇനി 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് KSRTC വന്നു. നമ്മളിപ്പോൾ നെടുമുടി നമ്മൾ കാർ ഇട്ട സ്പോട്ടിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് കാർ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവാണ്. കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നെടുമുടി. ഈ ഒരു സൈഡിൽ നമ്മൾ നേരെ റൈറ്റിലോട്ടായിരുന്നു നമ്മൾ ബോട്ട് ജെട്ടിയിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാവലറിൻ്റെ പിന്നിലോട്ടാണ് നമ്മൾ കാർ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് അതൊക്കെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. നമ്മൾ മെയിനായിട്ട് ബോട്ട് യാത്രയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം 64 രൂപയ്ക്ക് നമുക്ക് 4 പേർക്ക് ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് ബോട്ടിൽ കറങ്ങാനുള്ള ടൈം കിട്ടി. അപ്പം എന്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പ് നോക്കുന്നവർക്ക് പറ്റിയൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഈ ഒരു സർവീസ് ബോട്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ആലപ്പുഴ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു സർവീസ് ബോട്ട്, ഹൗസ് ബോട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. ഇത്രയും വട്ടം ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോട്ട് യാത്ര വളരെ സ്പെഷ്യലായിരിക്കും. അതായത് ഈ ഒരു ആലപ്പുഴയുടെ ഭംഗിയും കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്പെഷ്യൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. പിന്നെ ഇത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണെന്ന് പറഞ്ഞാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചാനലിലൂടെ സ്ഥിരമായിട്ട് നമ്മൾ ട്രാവൽ വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ടൈമായി. നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ചെങ്ങന്നൂർ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ. തിരിച്ച് നമ്മൾ കുട്ടനാട് ഏരിയ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പച്ചപ്പ് കണ്ടപ്പോൾ ഇതിൻ്റെയും കൂടെ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ആംബിയൻസ് ഉണ്ടോ, ഒരു സ്പെഷ്യൽ ഫീലാണ് ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു പച്ചപ്പും കാര്യങ്ങളും എല്ലാം നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മഴ സമയത്ത് വരുമ്പോൾ വേറൊരു ഫീലാണ്. അതായത് ഈ 2 സൈഡ് നിറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ ഒരു വെള്ളത്തിന് നടുക്കൂടി ചെറിയൊരു റോഡ് ഇങ്ങനെ പോകുന്നതായിട്ട് നല്ല രസമാണ് ഈ ഒരു വഴി യാത്ര ചെയ്യുമ്പോൾ. ഈ ഒരു വഴി യാത്രയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.